നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലം വന്നു, പുതിയ സർക്കാർ അധികാരമേറ്റു. എന്നിട്ടും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള പരാതികൾ, അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് ഒരു കുറവുമില്ല. ഇപ്പോഴും വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പാർട്ടി സെക്രട്ടറി ഇപ്പോഴും വിമർശനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏറ്റവും പുതുതായിട്ട് പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്, എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്നത്, വീട്ടിൽ നിന്ന് തനിക്ക് മകൻ വരെ ചോദിച്ചു കണ്ണാടി നോക്കാറില്ലേ എന്ന് വെച്ചാൽ ശരീരഭാഷ ശരിയല്ലായിരുന്നു, അങ്ങനത്തെ ഒരു വിമർശനമൊക്കെ ഉണ്ട് എന്ന്. അപ്പോൾ എന്താണ് ഈ വിമർശനങ്ങൾ? ഇപ്പോഴാണോ ഇവർ ചിന്തിച്ച് തുടങ്ങിയത്? കുറച്ചുകൂടി നേരത്തെ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അധികാരം പോകുമായിരുന്നില്ല. എന്ത് തോന്നുന്നു? കൂടെ നടന്നത് നീയേ ചാത്ത, കൊണ്ടുപോയി കൊല്ലിച്ചത് നീയേ ചാത്ത എന്ന് പറയുന്ന പോലെ ഇത്. ഈ ശബ്ദം എന്താ ഒരു 5 വർഷം മുമ്പ് ഉണ്ടാവാഞ്ഞേ? ഇതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം. അതായത് ഇത്രമേൽ ഉയരത്തിൽ, സ്വപ്നതുല്യമായ ഉയരത്തിൽ ആക്കിയത് ഇപ്പോഴീ വിമർശിക്കുന്ന വിമർശകർ തന്നെയാണ്. അന്ന് നമ്മൾ ഇതുപോലെ തന്നെ വിമർശിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തെ, എം വി ഗോവിന്ദൻ്റെ ധാർഷ്ട്യത്തെ ഒക്കെ സാധാരണക്കാരും നിശബ്ദ ഭൂരിപക്ഷവുമായിട്ടുള്ള നമ്മളൊക്കെ വിമർശിച്ചിരുന്നു. അന്ന് അവർ നമ്മളെ ചാണകമാണ്, സംഘിയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും പരിഹസിക്കുകയുമാണ് ചെയ്തത്. മുഖ്യമന്ത്രി സൂര്യനാണ്, അതിനടുത്തെങ്ങും നിനക്കെത്താൻ പറ്റില്ല, നീ കരിഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞ് അദൃശ്യനാണ്. അദൃശ്യനല്ല, അദൃശ്യൻ, അതിശക്തനാണ്, ആർക്കും തകർക്കാൻ പറ്റില്ല. ഈ കപ്പൽ മുങ്ങുകയില്ല, കാരണം അതിൻ്റെ കപ്പിത്താൻ ശക്തനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള പിണറായി വിജയനായിരുന്നു എന്നായിരുന്നു ഉത്തരം. ഒരൊറ്റ മൂലിയായിരുന്നു CPM-നെ സംബന്ധിച്ചിടത്തോളം. ഒരു ഏകജാലകമായിരുന്നു പിണറായി വിജയൻ. എല്ലാ തീരുമാനങ്ങളും പിണറായി വിജയൻ നടത്തുമെന്നുള്ളായിരുന്നു അന്നത്തെ ഒരു ഇക്കോസിസ്റ്റം. ആ ഇക്കോസിസ്റ്റമാണ് അദ്ദേഹം ഒന്ന് വീണ് കഴിഞ്ഞപ്പോൾ ആക്കുന്നത്. അദ്ദേഹത്തെ പലതരത്തിൽ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ എം വി ഗോവിന്ദനല്ലേ പറഞ്ഞേക്കാം, വീട്ടിൽ നിന്ന് മകൻ പോലും ചോദിച്ച് കണ്ണാടിയിൽ മുഖം നോക്കാറില്ലേ? വാസ്തവത്തിൽ എം വി ഗോവിന്ദൻ മാഷ് അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. സുന്ദരനാണ് ആള്. അങ്ങനെയല്ല, അതായത് അദ്ദേഹത്തിന്റെ ശൈലി, മാധ്യമങ്ങളോടുള്ള വാർത്താ സമ്മേളനത്തിലുള്ള ശൈലി, അതാണ് മകൻ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. എം വി ഗോവിന്ദൻ അതെ അതെ അല്ലല്ല, അത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു എം മണി. അങ്ങനെ എം മണിയെ മാറ്റിയതാണ് ഇടുക്കിയിലെ CPM-നെ സംഭവിച്ച ദോഷമെന്നാണ് പാർട്ടിക്കാരുടെ വിലയിരുത്തൽ. CPM-ൽ അതങ്ങനെ തന്നെയാണ്, പഠിച്ച് കറക്റ്റായിട്ട് പറയുക. EMS കണ്ടിട്ടില്ലേ പത്രസമ്മേളനങ്ങളിൽ അടിച്ചിരുത്തും ആൾക്കാരെ? കാരണം അത്ര ബോധ്യമുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഉപരിപ്ലവമായിട്ടുള്ള എന്തെങ്കിലും ധാരണയുടെ പേരിലല്ല അദ്ദേഹം ഇരിക്കുന്നത്. അത് ഈ അറിവിൻ്റെ ഒരു തിളക്കമാണത്. ചിലപ്പോൾ ഈ ധാർഷ്ട്യമായിട്ട് പുറത്തു വരും. എനിക്കറിയാം നീ മണ്ടത്തരമാണ് പറയുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു കാര്യമാണത്. അല്ലാതെ അഴകുഴ എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരെ പോലെ അല്ല പഠിച്ച കമ്മ്യൂണിസ്റ്റുകൾ ഉത്തരങ്ങൾ പറയുന്നത്. കൃത്യമായിരിക്കും, കറക്റ്റായിരിക്കും, അവരുടെ അജ്ഞതയെ ചോദ്യം ചെയ്യുന്നതായിരിക്കും. അതാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. G. സുധാകരൻ കണ്ടിട്ടില്ലേ? ധാർഷ്ട്യമാണെന്ന് നമുക്ക് തോന്നുന്നിടത്തോളമുള്ള അറിവും പാർട്ടിയിലുള്ള പഠനവുമാണ് അതിൻ്റെ ആഴം. അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് വ്യത്യാസം വരുന്നത്. ഇവിടെ പക്ഷേ സംഭവിച്ചിരിക്കുന്നത് അതല്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സോവിയറ്റ് യൂണിയനിലെ പോലെ സ്റ്റാലിൻ ഇരുന്ന സമയത്ത് പൂച്ചകളായിരുന്ന ആൾക്കാർ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ പുലികളായി മാറിയതുപോലുള്ള ഒരു പ്രതിഭാസമാണ് ജില്ലാ കമ്മിറ്റിയിൽ അങ്ങോളം ഇങ്ങോളം. കാസർഗോഡ്, കണ്ണൂർ മുതൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട വരെയുള്ള എല്ലാ ജില്ലാ കമ്മിറ്റികളിലും വരുന്ന അതിരൂക്ഷമായ വിമർശനം. നമ്മുടെ അഭിപ്രായം ഇത് ശരി തന്നെ, പക്ഷേ ഇതിനു മുമ്പേ വരേണ്ടതായിരുന്നു ഇത്. പിന്നെ എം വി ഗോവിന്ദൻ മാഷിനെ കുറിച്ച് പറഞ്ഞത് കണ്ണാടി നോക്കാറില്ലേ എന്ന് പറഞ്ഞത് സ്വയം ആത്മപരിശോധന എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ അതിനെ ഞാൻ ഉൾക്കൊള്ളും. പക്ഷേ ഈ അദ്ദേഹം ഒന്ന് കാണാൻ സുന്ദരനുമാണെന്നാണ് എൻ്റെ ഇപ്പോഴും ഈ പ്രായത്തിൽ. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഡ്രിൽ മാസ്റ്റർ ആയിരുന്നു, അതിൻ്റെ ഒരു ഫിസിക്കും ഒക്കെ ഉണ്ട്. പക്ഷേ പിണറായി വിജയൻ വളരെ വളരെ ഇപ്പോൾ അവസ്ഥ വളരെ മോശമാണ്. അദ്ദേഹത്തിന് നേരെ നിൽക്കാൻ പോലും കഴിയില്ല, കഴുത്ത് കുനിച്ച ഒരു. അദ്ദേഹത്തിന് പോളിറ്റ് ബ്യൂറോ എന്തിനുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ട പണം പോളിറ്റ് ബ്യൂറോ കണ്ടെത്തിയാൽ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിന് വേണ്ട ചികിത്സാ സൗകര്യങ്ങളെല്ലാം പാർട്ടി ഒരുക്കുന്നതിലും നമുക്ക് മനസ്സിലാക്കാം. EMS-നെ അങ്ങനെ ആയിരുന്നു. പാർട്ടിയാണ് പൊന്നുപോലെ നോക്കിയിരുന്നത്. സ്വന്തം ആരൂഢം തന്നെ പാർട്ടിക്ക് വേണ്ടി ബലിദാനം ചെയ്ത മന എന്ന് പറയുന്ന മന പാർട്ടിക്ക് വേണ്ടി എലിയർപ്പിച്ച് തൊഴിലാളി വർഗത്തിൻ്റെ ദത്തുപുത്രനായിട്ട് അതിൻ്റെ ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും ചമച്ചുകൊണ്ട് ജീവിച്ച ഒരു കമ്മ്യൂണിസത്തിന് വേണ്ടി മാത്രം സ്വയം ഒഴിഞ്ഞു വെച്ച ആയിരുന്നു. ലളിത ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു EMS നമ്പൂതിരിപ്പാടം. ആർഭാടങ്ങൾ അദ്ദേഹം അകറ്റി നിർത്തിയിരുന്നു.
അദ്ദേഹത്തെ അതുപോലെ ഒരു ആളായിട്ട് പിണറായി വിജയനെ എല്ലാ സംരക്ഷണവും പാർട്ടി നൽകിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മതി. പിന്നെ അദ്ദേഹത്തെ ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ മാറ്റി വേറെ മുഖ്യമന്ത്രി. അതെന്താ ആക്കാഞ്ഞതെന്നുള്ള ചോദ്യവും കൂടി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് വന്നപ്പോൾ അതിനുള്ള ഉത്തരം വേറെ ആരുണ്ട്? ഇതാരുടെ കാര്യമാണ്, ആരുടെ കുഴപ്പമാണ് ആളുണ്ടാവാതിരുന്നതിന് കാരണം? അങ്ങനെ ഒരാളിനെ വളർത്തിയെടുക്കാതെ ആലിനടിയിൽ വേറെ വൃക്ഷങ്ങൾ വളരത്തില്ല എന്ന് പറയുന്നത് പോലെ ഒരു ആൽ വൃക്ഷമായിട്ട് ഒരു വലിയ ബനിയൻ ട്രീ ആയിട്ട് പിണറായി വിജയനെ വളർത്തിയതും നിലനിർത്തിയതുമല്ല ആരാണ്? ഈ സംഘങ്ങൾ, ഈ കമ്മിറ്റിയിലിരുന്ന് ഇപ്പോൾ ഈ അഭിപ്രായങ്ങൾ പറയുന്നത് അവരുടെ തെറ്റാണ്. ഞാൻ പിണറായി വിജയൻ്റെ തെറ്റായിട്ട് മാത്രം ഇതിനെ കരുതുന്നില്ല. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് സ്തുതി പാഠക സംഘത്തിൻ്റെ പറച്ചിലുകൾ കേട്ടത് ശരിയാണ്, സത്യമാണെന്ന് വിശ്വസിച്ചു. അവിടെയാണ് അദ്ദേഹത്തിന് തെറ്റുപറ്റിയത്. പക്ഷേ ഈ സ്തുതിപാഠക സംഘമാണ് അദ്ദേഹമാക്കി മാറ്റിയത്, രാഷ്ട്രീയക്കാരനായിട്ട് മാറ്റിയത്. ആ സത്യം കൂടി നമ്മൾ ഓർക്കണം. ഇപ്പോൾ കിടന്ന് നടന്നും തള്ളാണ്. ഇപ്പോൾ തള്ളിയിട്ട് കാര്യമുണ്ടോ? പാതസാം നിജയം വാർന്നളവ് സേതു ബന്ധനോദ്യോഗമെന്തടോ എന്ന് പറയുന്നത് പോലെ വെള്ളം മുഴുവൻ ഒഴിച്ച് കളഞ്ഞിട്ട് നമ്മളവർ മൺചിറയോ വല്ലതും കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? വെള്ളം പോയി കഴിഞ്ഞ് ബസ് പോയി കഴിഞ്ഞിട്ട് കൈ കാണിച്ചിട്ട് കാര്യമുണ്ട്. ലാസ്റ്റ് ബസ്സാണ് പോയത്, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൈ കാണിക്കുക. ബസ് നിർത്തുമോ? പോയി കഴിഞ്ഞു. ഡ്രൈവർ മുന്നോട്ടേ നോക്കൂ, പുറകോട്ട് നോക്കത്തില്ല. അതുപോലാണ് കാലം മുന്നോട്ടാണ് പോകുന്നത്. കമ്മ്യൂണിസത്തിൻ്റെ കാലം കേരളത്തിൽ അവസാനിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞു ഇതങ്ങ് തീർന്നു എന്ന് നിങ്ങളാരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, പാർട്ടി ശക്തമായിട്ട് തിരിച്ചു വരും. അദ്ദേഹത്തിൻ്റെ ഒരു ഡെത്ത് വിഷ് മാത്രമാണ് അദ്ദേഹം, അന്ത്യാഭിലാഷം മാത്രമാണ് അദ്ദേഹം. ദിവസം പറഞ്ഞിരുന്നു ഈ ഒരു പരാജയമായിട്ട് എടുക്കേണ്ട, നമ്മൾ ഉറപ്പായിട്ട് തിരിച്ചു വരുമെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. എവിടാ വരാൻ പോകുന്നു? ഇനി മുന്നോട്ടേ കാലം നീങ്ങുമെന്ന് പറയുന്ന പോലെ കാലം പിന്നോട്ടൊരിക്കലും നീങ്ങിയിട്ടില്ല, ചരിത്രവും പിന്നോട്ടൊരിക്കലും നീങ്ങിയിട്ടില്ല. ചരിത്രം അതാണ് പറയുന്നത്. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു സ്കോപ്പ് ഇല്ലാത്ത വിധം ആ ഒരു നേതാവിനെ കൊണ്ട്, അല്ലെങ്കിൽ ഒരു ടേം കൂടിയേ ഇരിക്കുമായിരുന്നു, അധികകാലം ഇരിക്കില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കാരണം ഇക്കോ സിസ്റ്റം കംപ്ലീറ്റ് മാറിയിരിക്കുന്നു. ഇപ്പോൾ പുതുതലമുറയാണ് വോട്ട് ചെയ്യുന്നത്. അവരുടെ ആസ്പിറേഷൻസ് എന്ന് പറയുന്നത് ഈ പട്ടിണിയുടെ വിതരണമല്ല, പണത്തിൻ്റെ വിതരണമാണ്. പണത്തിനോടാണ് അവർക്ക് ആഭിമുഖ്യം. വലിയ പണക്കാരനാവുക, വലിയ മുതലാളിയാവുക, ആഡംബര കാറുകൾ വാങ്ങിക്കുക, അങ്ങനെയുള്ള കാറുകളിൽ സഞ്ചരിക്കുക, സുഖലോലുപത. അമേരിക്കൻ സംസ്കാരത്തിൻ്റെ അതുപോലുള്ള മുതലാളിത്ത സംസ്കാരത്തിൻ്റെ തന്നെ സംശയമൊന്നുമില്ല. പണം ഉണ്ടാക്കാനുള്ള ഇക്കോസിസ്റ്റം ഇവിടെ ഉണ്ട്. സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഉണ്ട്. വലിയ വലിയ കമ്പനികളിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. കമ്പനികളുടെ തന്നെ ഷെയർ എടുക്കാനുള്ള സാഹചര്യമുണ്ട്. ആ തരം സാഹചര്യങ്ങളിലേക്കാണ് ആളുകൾ പോകുന്നു. പറ്റിയില്ലെങ്കിൽ അമേരിക്കയിൽ പോയി ചെറിയ ജോലിയാണെങ്കിലും ചെയ്യുക, ജർമ്മനിയിൽ പോയി ചെറിയ ജോലിയെങ്കിലും ചെയ്യുക, പണം ഉണ്ടാക്കുക, പണക്കാരനായിട്ട് വിലസുക. അല്ല പാവപ്പെട്ടവനായിട്ട് പട്ടിണിയും കഞ്ഞിയും പിന്നെ കട്ടൻ ചായയും പരിപ്പുവടയും അല്ലേ ബീഡി ഇതൊന്നും അല്ല അവൻ്റെ. അതിനൊക്കെ അപ്പുറമുള്ള ആഡംബരങ്ങളിലേക്ക് ലോകം ചുറ്റി സഞ്ചരിക്കുക, വിമാനത്തിൽ കയറിയത്. ആ ഒരു ആസ്പിറേഷനുള്ള തലമുറയ്ക്ക് മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യാതൊരു വിധമായിട്ട് പ്രസക്തിയും ഇല്ല എന്നുള്ള വാസ്തവം. അവർ ഇത്രയും നാൾ പറഞ്ഞ പോലെ സോഷ്യലിസം വരും, കമ്മ്യൂണിസം വരും. എവിടെ വരുന്നു? സ്ഥിതിസമത്വം ഇവിടെ വരുന്നു. അമ്പരപ്പിക്കുന്ന വിധം അന്തരം വർദ്ധിച്ചു വരികയാണ്. പാവങ്ങളും പണക്കാരും തമ്മിലുള്ള ബിസിനസ് ചെയ്ത് പണമുറക്കി റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നവൻ ഇഷ്ടം പോലെ കോടികൾ സമ്പാദിക്കാം, കാറുകൾ കൂട്ടിയിടാൻ വീട്ടിനകത്ത്. അവന് പണത്തിനൊരു ക്ഷമവുമില്ല. അത്തരം ലിബറലൈസ്ഡ് ഇക്കോണമിയിൽ കമ്മ്യൂണിസത്തിന് വളരാൻ സുസാധ്യമല്ല. ഇവിടെ ഇപ്പോൾ വിത്തുകൾ മുളച്ചിട്ട് അന്തക വിത്താണത്, ടെർമിനേറ്റർ സീഡാണ്. ഏത് വിത്തുകൾ? 3 താമരകൾ ഇവിടെ എത്തുകയാണ്, ഇവിടെ നിയമസഭയിൽ എത്തുകയാണ്. ഈ അന്തവിത്തുകൾ മതി, ഈ 3 എണ്ണം മതി. അതായിരിക്കും പ്രതിപക്ഷം. CPM അവിടെ അപ്രസക്തമാവും. കാരണം എന്താണ്? അവരെല്ലാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, കേന്ദ്രത്തിനെതിരാണ്. കേന്ദ്രത്തിൻ്റെ സഹായം കേരളത്തിൽ എത്തിച്ചാൽ കേരളം വികസിതമാകുമെന്ന് വിശ്വസിക്കുന്ന ആ പോസിറ്റീവായിട്ടുള്ള ചിന്ത ഉള്ള 3 പേരവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? അത് ശരിയുമാണ്. ഉത്തർപ്രദേശ് എത്രമാത്രം പുരോഗമിച്ചിരിക്കുന്നു, ഗുജറാത്ത് എത്രമാത്രം പുരോഗമിച്ചിരിക്കുന്നു, ബീഹാർ എത്രമാത്രം പുരോഗമിച്ചിരിക്കുന്നു, ഇനി ബംഗാൾ ഇതാ പുരോഗമിക്കാൻ പോകുന്നു. വലിയൊരു അപ്ടേക്ക് എടുക്കാൻ പോവുകയാണ്. ടേക്ക് ഓഫ് അവൻ്റെ നടക്കുകയാണിപ്പോൾ അവിടെ. മനസ്സിലായില്ലേ? ആ ഒരു ഇക്കോ സിസ്റ്റത്തിലേക്ക് കേരളത്തെ കൊണ്ടുവരണമെങ്കിൽ ഞങ്ങൾ വരണം. കോൺഗ്രസ് വിചാരിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിചാരിച്ചാലും സാധ്യമല്ല എന്നുള്ളൊരു നറേറ്റീവാണ് BJP കൊണ്ടുവരാൻ പറ്റുന്നത്. ജനങ്ങൾക്ക് ആവശ്യം ആ വികസനമാണ്. അതിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുക. അല്ല, രാഷ്ട്രീയം പോയിരിക്കുന്നു. ഇപ്പോൾ രാഷ്ട്രീയം ഏതാണ്ട് അരാഷ്ട്രീയമായി മാറിയിരിക്കുന്നു. വികസനം വേണം, നാട് യൂറോപ്യൻ രാജ്യങ്ങളിലേതുപോലെ വൃത്തിയുള്ളതാകണം. അങ്ങനെ ആയിട്ടുണ്ട് മഹാരാഷ്ട്രയിലെയും ഉത്തർപ്രദേശിലെയും അതുപോലെ തന്നെ BJP ഭരിച്ച ബീഹാറിലെയും പല റോഡുകളും. വിമാനങ്ങൾക്ക് വന്ന് ലാൻഡ് ചെയ്യാൻ സൗകര്യമുള്ള വീതിയേറിയ റോഡുകൾ. അതാണ് ജനങ്ങളുടെ ചെറുപ്പക്കാരുടെയും സ്വപ്നങ്ങളിലുള്ള സ്വപ്നതുല്യമായിട്ടുള്ള. ഇപ്പോൾ നോക്കൂ, മുംബൈയിലേക്ക് പോകൂ, മുംബൈയിലെ നവി മുംബൈ എയർപോർട്ട് നോക്കൂ. അത് കണ്ടിട്ടില്ലേ? യൂറോപ്യൻ സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവിടെ. അപ്പോൾ ആ രണ്ടും 2 Indias. There are 2 Indias within 2 Indias. Within India.
പീപ്പിൾ വാണ്ട് ദി അതർ ഇന്ത്യ. ഏത് വികസിതമായിട്ടുള്ള വിമാനങ്ങൾ പറന്നിറങ്ങുന്ന റോഡുകളുള്ള ഇന്ത്യയാണ് എല്ലാവരുടെയും സ്വപ്നത്തിലുള്ളത്. അതിലേക്കാണ് ശ്രദ്ധ. അങ്ങോട്ട് വളരാൻ വേണ്ടിയാണ് ചെറുപ്പക്കാരെല്ലാം കാക്ഷിക്കുന്നത്. മനസ്സിലായില്ലേ? തങ്ങളുടെ പതിതമായ പട്ടിണി കലർന്ന പിൻകാല ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനല്ല ആഗ്രഹിക്കുന്നത്. ആസ്പിറേഷൻ അതാണ്. ആ ആസ്പിറേഷനിലായിട്ടുള്ള ആ ഇഫക്റ്റ് കിട്ടുന്നത് BJPക്കാണ്. കാരണം അതൊരു പുതിയ പാർട്ടിയാണ്. കേരളത്തിലും അത് തന്നെ. ഇനി BJP വന്നാൽ എന്താ എന്നൊരു ചിന്ത തുടങ്ങും. ഇതുവരെ BJPക്ക് അയിത്തമായിരുന്നു. BJP RSSൻ്റെ പാർട്ടി, കൊലപാതകം, മറ്റു മതക്കാരെ കൊല്ലുന്നു, ഹിന്ദുക്കൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു പ്രത്യയശാസ്ത്രമായിരുന്നു അത്. ഇപ്പോൾ അത് മാറി. വികസനത്തിൻ്റെ പാതയിലേക്കാണല്ലോ ഇവർ പോകുന്നത്. ഇവരെ പറ്റി പറഞ്ഞതെല്ലാം വെറുതെ ശുദ്ധ ശൂന്യമായിട്ടുള്ള കാര്യങ്ങളാണ്. മതവിദ്വേഷം, മതവെറി, അങ്ങനെയൊന്നുമല്ല. എല്ലാവരെയും ഒരുപോലെ കാണുന്നു എന്നുള്ള ഒരു സബ്കെ സാത്ത്, സബ്കെ വിശ്വാസം എന്നുള്ള ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് BJP വളരെ ദൂരം. കൊലവെറിയുടെ രാഷ്ട്രീയം പോയി കഴിഞ്ഞു, കൊലപാതക രാഷ്ട്രീയം പോയി കഴിഞ്ഞു. രാജ്യത്തിൻ്റെ സുരക്ഷ, അതിൽ മാത്രം ഭീകരവാദികൾക്കെതിരെ മാത്രമാണ് BJPയുടെ ശക്തമായിട്ടുള്ള സീറോ ടോളറൻസ് എന്ന് പറയുന്ന നിലപാട്. ബാക്കി എല്ലാത്തിലും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരു നിലപാടിലേക്ക് വന്നാൽ പിന്നെ ആ പാർട്ടി കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ EVMൽ അതിന് വോട്ട് ചെയ്യുന്ന ഇക്കോസിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നില്ല അതിൽ നിന്നൊരു തിരിച്ചറിവ് വരാൻ CPMന് സാധിക്കുമായിരുന്ന പിണറായി വിജയൻ്റെ ആ പ്രായം കുറഞ്ഞ കാലഘട്ടത്തിലെ പിണറായി വിജയൻ അതിന് പറ്റിയ ഒരാളായിരുന്നു. ഇപ്പം CPMനും പ്രായമായിരിക്കുന്നു, അതുപോലെ തന്നെ ഈ നേതാവിനും പ്രായമായിരിക്കും, ഒരുപോലെ പ്രായമായിരിക്കുന്നു. പിണറായിയിൽ തന്നെ ഉണ്ടായ ഈ പാർട്ടി, കേരളത്തിലെ ഘടകം, അത് പിണറായിയിൽ തന്നെ തീരുകയാണ്. മിന്നൽ പിണർ കത്തി തീരുകയാണ്. അതൊരു സത്യമാണ്. കമ്മ്യൂണിസ്റ്റുകാർ ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. ആൻസിയുടെ ചോദ്യം, അതായത് ഇപ്പോൾ CPMലുള്ള നേതാക്കളിൽ ഇപ്പോൾ പിണറായി കഴിഞ്ഞാൽ അടുത്ത് വരാൻ യോഗ്യനായ ഒരു വ്യക്തിയായിട്ട് അങ്ങേക്ക് തോന്നുന്നത് ആരെയാണ്? അത് MA ബേബി ആയിരുന്നു. വളരാൻ സമ്മതിച്ചില്ല. പിന്നെ പറഞ്ഞത് P രാജീവ. അദ്ദേഹം തോറ്റു തുന്നമ്പാടി കളമശ്ശേരിയിൽ വ്യവസായം കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ഒന്നുമല്ലാതായി തീർന്നു. ഒരു പ്രതീക്ഷയായിരുന്നു P രാജീവ്. പിന്നുള്ളത് മുഹമ്മദ് റിയാസാണ്. മുഹമ്മദ് റിയാസ് മരുമകനായി പോയി എന്നുള്ള ഒരു ദോഷമുണ്ട്, നെഗറ്റീവ് മാർക്കാണത്. ഇനിയും മരുമക രാഷ്ട്രീയം നടക്കത്തില്ല. പിന്നെ അതിനപ്പുറമുള്ളത് ജോൺ ബ്രിട്ടാസ് എവിടെ പോയി എനിക്കറിയത്തില്ല. ജോൺ ബ്രിട്ടാസ് വെറും പൊള്ളയാണ്, ഉപരിപ്ലവമാണ് അദ്ദേഹത്തിൻ്റെ പറച്ചിലുകളെല്ലാം. മിണ്ടുന്നില്ലല്ലോ ഇപ്പോൾ, ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. പിന്നെ നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നാൻസിയും കൂടെ ചിന്തിച്ച് ഇവരുടെ നേതാക്കന്മാരെ എല്ലാം ഒന്ന് ഓർത്ത് നോക്കുമ്പോൾ നമുക്ക് ഇയാൾ കൊള്ളാം എന്ന് തോന്നാൻ ആരെങ്കിലും P ജയരാജൻ ശരിയാണ്. ആളുകളെ ആവേശഭരിതരാക്കാൻ പറ്റിയ ഒരു ആൾ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് ഒതുക്കി കറക്റ്റ് സജഷനാണ് പറഞ്ഞത്. അതുപോലെ ഒന്നാണ് ശൈലജ ടീച്ചർ. പാർട്ടിക്കാർ തന്നെ അവരുടെ സമ്മേളനത്തിൽ പറഞ്ഞു ശൈലജ ടീച്ചറെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ കൊണ്ടുവന്ന് പേരാവൂരി നിർത്തി. ഇയാളുടെ ഈഗോയാണ് അവിടെ വർക്ക് ചെയ്തതെന്ന്. ആ ഈഗോ കൊണ്ട് തകർത്തപ്പെട്ട ശൈലജ ടീച്ചറായിരുന്നു CPMന് ശരിക്കുള്ള ഉത്തരം. സ്ത്രീ വോട്ടർമാർ അകന്നു എന്നൊരു വിമർശനമുണ്ട്. ശൈലജ ടീച്ചറിനെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ചിന്തയിൽ ഒരുപാട് സ്ത്രീ വോട്ടർമാർ അകന്നു എന്നൊരു തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള ഉത്തരം എനിക്ക് തോന്നുന്നു ശൈലജ ടീച്ചർ. കാരണം ഈ കേരളത്തിലാണ് വോട്ടർമാരുടെ എണ്ണത്തിലും ജനസംഖ്യയിലും സ്ത്രീകൾ കൂടുതലുള്ളത്. കേരളത്തിൽ മാത്രമാണ്, കേരളത്തിൻ്റെ മാത്രം ഒരു അഭിമാനമാണ്. അവിടെ ഈ ശൈലജ ടീച്ചർ എന്ന് പറയുന്നൊരു ഉത്തരവാണ്. CPMന് ഒരു സ്ത്രീപക്ഷ പങ്കാളിത്തമുള്ള, സ്ത്രീ പ്രാതിനിധ്യമുള്ള 50% സീറ്റുകൾ ഇവർ ഈസിയായിട്ട് ജയിക്കാൻ ഒരൊറ്റ മാർഗ്ഗമുള്ളൂ. കമ്മ്യൂണിസവും സോഷ്യലിസവും ഒക്കെ അവിടെ നിൽക്കട്ടെ. സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്ന 50% ആക്കണം. പാർട്ടി സ്ഥാനാർത്ഥികളിൽ 50% സ്ത്രീകളാക്കണം. സുന്ദരമായിട്ട് ജയിക്കാൻ പറ്റും. പുതിയ രീതികളിലേക്ക് മാറണം പാർട്ടി. മനസ്സിലായില്ലേ? ഇതിപ്പോൾ കനുകുലു പറഞ്ഞ മാർഗത്തിലൂടെ പോയി കോൺഗ്രസ്, അവർ ജയിക്കുകയും ചെയ്തു. എന്തായിരുന്നു അവരുടെ ന്യൂ ജനറേഷൻ്റെ ആസ്പിറേഷൻസിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ അവർ കൊണ്ടുവന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അവർ ജയിച്ചിരിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെ ഇവർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക. ആ ഒരു പാപപങ്കുലമാണ് ഇതിൻ്റെ ചരിത്രം. കാരണം 1987 കേരന്തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടുമെന്ന് പറയുന്ന വാക്ക് പാലിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് കൊണ്ടുവന്നിട്ട് പിന്നെ KR ഗൗരിയേക്ക് പകരം EK നായനാരെ മുഖ്യമന്ത്രി. EK നായനാർ മോശമെന്നല്ല പറയുന്നത്, ആ പ്രതീക്ഷയ്ക്ക് തുയർന്നില്ല. എല്ലാ മുഖ്യമന്ത്രിമാരും CPMൻ്റേത് സവർണരായിരുന്നു, ഒന്നേ നമ്പൂതിരി അല്ലെങ്കിൽ നായരെന്നുള്ള ഒരു ചിന്തയിലേക്ക് പോയി. എന്ന് പറഞ്ഞാൽ MA ബേബി പോലും യോഗ്യനാണ്. പക്ഷേ അദ്ദേഹം അഖിലേന്ത്യാ വേറെ ജനറൽ സെക്രട്ടറി ആരെന്നുള്ള ഒരു ചിന്ത വരും. കേരളത്തിലെ ഉള്ളിപ്പോൾ പാർട്ടി ഇപ്പോൾ ആ ജനറൽ സെക്രട്ടറി MA ബേബി പോലും നല്ലൊരു മുഖ്യമന്ത്രിയാവാൻ യോഗ്യനായിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്, ഒരു സംശയമില്ല. അറിവുള്ള മനുഷ്യനുമാണ്.
പിന്നെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് അടുത്ത് ആരെയാണ് സാറ് സജസ്റ്റ് ചെയ്യുന്നത് ഈ പാർട്ടി? നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമില്ല, അവരുടെ ഉൾപാർട്ടി ജനാധിപത്യമാണ്. എങ്കിലും അവിടെ ഇരിക്കണം ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന പാർട്ടി ഒരു അഴിമതിയില്ലാത്ത കറകളഞ്ഞ ഒരു നേതാവിനെയാണ്. അങ്ങനെ ഇപ്പോൾ പാർട്ടിയിൽ ഇപ്പോൾ എൻ്റെ ചിന്തയിലില്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ VS അച്യുതാനന്ദൻ, PK ഗുരുദാസൻ, G സുധാകരൻ, ഇങ്ങനെ ഒരുപാട് പേരുണ്ടായിരിക്കുന്നു. അവർ എന്നെപ്പോലെ തന്നെ പ്രായമായിരിക്കുന്നു. അതുകൊണ്ട് ഈ പുതുതലമുറയിൽ അങ്ങനെ ഒരാളിനെ കണ്ടെത്താൻ, അഴിമതിരഹിതനായിട്ടൊരു വ്യക്തിയെ കണ്ടെത്താൻ എനിക്ക് കഴിയുന്നത് ഒരു പക്ഷേ കോഴിക്കോട്ട് MLA ആയിരുന്ന ഒരാളുണ്ട്. ഇപ്പം അദ്ദേഹം ചീഫ് മിനിസ്റ്ററുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് വന്നിട്ടുണ്ട്. ഒരു നല്ല മനുഷ്യനുണ്ട്, അതൊരു സൗമ്യനായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പക്ഷേ ജനങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ പ്രേക്ഷകർ തന്നെ അതിൽ തിരുത്തും അതാരാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. ആ വ്യക്തി കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ്, ഒരു സംശയമില്ല. VSനെ പോലെ തന്നെ നമ്മുടെ ബംഗാളിലെ ഒരു സഖാവുണ്ട്, ഇന്ന് വരെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആകാതെ പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. അതുപോലൊക്കെ കറകളഞ്ഞ ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ഒരുപാട് പേര് ധാരാളം ഉണ്ടാകും, പക്ഷേ അവരെയൊന്നും നമുക്ക് അറിയില്ല എന്നുള്ളതുകൊണ്ട്, നമ്മുടെ അറിവ് പരിമിതമായതുകൊണ്ട് അവരെ നമ്മൾ തിരിച്ചറിയുന്നില്ലെന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ആളുകളെ വളർത്തിയെടുക്കണമായിരുന്നു പാർട്ടി വളർത്തിയെടുത്തില്ല ആരെയും. അത് പാർട്ടിയുടെ തെറ്റാണ് തീർച്ചയായിട്ടും. അടുത്ത ആളെ വളർത്തിയെടുക്കണമായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി.